പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ വളരെ നാടകീയമായി അവതരിപ്പിക്കുന്ന ഒരു രംഗമാണ് അബ്രാഹത്തിൻ്റെ ബലിയർപ്പണം. അബ്രാഹത്തിന് വാർദ്ധക്യകാലത്ത് ലഭിച്ച ഒരു ദൈവ സമ്മാനമാണ് ഇസഹാക്ക് എന്ന മകൻ. എന്നാൽ ആ മകനെ ഓമനിച്ചും ലാളിച്ചും കുതിതീരുന്നതിന് മുമ്പേ ദൈവകൽപ്പന അബ്രാഹത്തിന് മുമ്പിലെത്തി. നീ സ്നേഹിക്കുന്ന നിന്റെ ഏക മകനെ ഇസഹാക്കിനെ ഞാൻ കാണിച്ചു തരുന്ന സ്ഥലത്ത് മോറിയ ദേശത്ത് എനിക്കായി ദഹനബലിയായി അർപ്പിക്കുക. അബ്രാഹത്തിൻ്റെ മനസ്സൊന്നും പിടഞ്ഞെങ്കിലും ദൈവകൽപ്പനയോട് മറുതലിക്കാൻ അവന് സാധിച്ചില്ല. അവൻ തൻ്റെ ഏക മകനെയും കൊണ്ട് ഇസഹാക്കിനെയും കൊണ്ട് മോറിയ ദേശത്തേക്ക് യാത്ര പുറപ്പെട്ടു. 3 ദിവസത്തെ യാത്രാ ദൂരമാണ് അബ്രാഹത്തിന് ഉണ്ടായിരുന്നത്. ഈ 3 ദിവസം കൊണ്ട് അബ്രാഹത്തിൻ്റെ മനസ്സിൽ ബലിയർപ്പണം നടന്നു കഴിഞ്ഞിരുന്നു. മോറിയ ദേശത്ത് കർത്താവ് കാണിച്ചു കൊടുത്ത സ്ഥലത്തെത്തിയപ്പോൾ അബ്രാഹം ഒരു ബലിപീഠം പണിതു. ആ ബലിപീഠത്തിന് മുമ്പിൽ വിറകടക്കി. ആ വിറകിന് മുകളിൽ ഇസഹാക്കിനെ ബന്ധനസ്ഥനായി കിടത്തി. കുട്ടിയെ വധിക്കാൻ വേണ്ടി അബ്രാഹം കത്തി കയ്യിലെടുത്തുയർത്തുമ്പോൾ പുറകിൽ നിന്ന് ദൈവദൂതൻ്റെ ഒരു സ്വരം, അബ്രാഹം അബ്രാഹം, നീ കുട്ടി ഒന്നും ചെയ്യരുത്, നീ ദൈവത്തെ ഭയപ്പെടുന്നു എന്ന് എനിക്ക് മനസ്സിലായി. നീ നിന്റെ ഏക മകനെ പോലും എനിക്ക് തരാൻ മടി കാണിച്ചില്ല. അബ്രാഹത്തെ ദൈവദൂതൻ ബലിയർപ്പണത്തിൽ പിന്തിരിപ്പിക്കുകയാണ്. സംഘർഷഭരിതമെങ്കിലും ശുഭമായി അവസാനിച്ച ഈ രംഗത്തിന് ഒരു ടെയിൽ എൻഡ് കൂടി, ഒരു വാൽ കഷ്ണം കൂടി പരിശുദ്ധാത്മാവ് ഉൽപ്പത്തി ഗ്രന്ഥകാരനിലൂടെ എഴുതി ചേർത്ത് വെക്കുന്നുണ്ട്. അബ്രാഹം തല ഉയർത്തി നോക്കുമ്പോൾ അടുത്തായി മുൾപ്പടർപ്പിൽ കൊമ്പുകൾ ഉടക്കിക്കിടക്കുന്ന ഒരു മുട്ടാടിനെ കാണും. ആ മുട്ടാടിനെ പിടിച്ച് തൻ്റെ മകൻ ഇസഹാക്കിന് പകരമായി അബ്രാഹം ആ ബലിപീഠത്തിൽ വെച്ച് ബലിയർപ്പിക്കും. ഇവിടെ ചോദിക്കുന്ന ഒരു ചോദ്യമുണ്ട്. എന്തുകൊണ്ടാണ് ആ മുട്ടാട് അവിടെ പ്രത്യക്ഷപ്പെട്ടത്? ഉൾപ്പടർപ്പിൽ കൊമ്പുകൾ ഉടക്കിക്കിടക്കുന്ന ഒരു മുട്ടാട്. ആ മുട്ടാട് ഒരു രഹസ്യം വഹിക്കുന്ന ഒരു മുട്ടാടാണ്. ഈശോയുടെ നിഴലായിട്ടാണ് ആ കുഞ്ഞാട് ആ ബലിപീഠത്തിന് അരികിലായിട്ട് പ്രത്യക്ഷപ്പെടുന്നത്. പഴയ നിയമത്തിൽ ഉൽപ്പത്തിയുടെ പുസ്തകത്തിൽ കാണപ്പെടുന്ന ഈശോയുടെ ഒരു നിഴലാണ് ആ കുഞ്ഞാട്. ഏകമകൻ ഇസഹാക്കിനെ ദഹനബലിയായി അർപ്പിക്കുവാൻ ദൈവം കൽപ്പിക്കുമ്പോൾ ദൈവം പറയാതെ പറയുന്ന കാര്യം മനുഷ്യവംശത്തിൻ്റെ അനുസരണക്കേടിലൂടെ വന്ന പാപത്തിന് പരിഹാരം ചെയ്യുവാനാണ്. ഏതുവരെ മനുഷ്യന് ദൈവത്തെ അനുസരിക്കാൻ പറ്റും? മരണത്തോളം. മകൻ്റെ മരണത്തോളം ദൈവത്തെ അനുസരിക്കുവാനാണ് ദൈവം അബ്രാഹത്തോട് കൽപ്പിക്കുന്നത്. എന്നാൽ അബ്രാഹത്തിൻ്റെ മനസ്സിൽ ബലിയർപ്പണം കഴിഞ്ഞെങ്കിലും യഥാർത്ഥ ബലിയർപ്പണത്തിലേക്ക് അടുക്കുമ്പോൾ ദൈവം അബ്രാഹത്തെ പിന്തിരിപ്പിച്ചുകൊണ്ട് പറയുന്ന കാര്യം, മകനെ ബലിയർപ്പിക്കേണ്ടതിൻ്റെ സങ്കടം നീ അറിയണ്ട. മനുഷ്യകുലത്തിൻ്റെ പാപപരിഹാരത്തിന് വേണ്ടി അനുസരണക്കേടിലൂടെ വന്ന പാപത്തിന് പരിഹാരമായി നിന്റെ മകനെ ബലിയർപ്പിക്കേണ്ടതിൻ്റെ സങ്കടം നീ അറിയണ്ട. അത് ഞാൻ അറിഞ്ഞോളാം. എന്നിട്ട് ദൈവമാണ് ആ കുഞ്ഞാടിനെ ചൂണ്ടിക്കാണിച്ചു കൊടുക്കുന്നത്. ദൈവമാണ് ആ കുഞ്ഞാടിനെ അവിടെ നിർത്തിയത്. ആ കുഞ്ഞാട് പ്രതിനിധീകരിക്കുന്നത് ഭാവിയിൽ ജനിക്കാൻ പോകുന്ന, ഭാവിയിൽ ബലിയായിട്ട് മാറാൻ പോകുന്ന ഈശോ മിശിഹായുടെ പ്രതീകമാണ് ആ കുഞ്ഞാട്. ആ കുഞ്ഞാട് അവിടെ ബലിയായിട്ട് മാറുന്നത് ഇസഹാക്കിന് പകരമാണ്. കാൽവരിയിൽ മരക്കുരിശിൽ ഈശോ ബലിയായിട്ട് മാറുന്നത് മനുഷ്യവംശം മുഴുവനുമുള്ള പകരക്കാരനായിട്ടാണ്. പാപത്തിൻ്റെ ശിക്ഷ നമുക്ക് കിട്ടാതിരിക്കാൻ വേണ്ടി കർത്താവ് അത് കുരിശിൽ ഏറ്റെടുത്തു. അങ്ങനെ നമുക്ക് പകരം കർത്താവ് കുരിശിൽ പരിഹാര ബലിയായിട്ട് മാറി. കാൽവരി മലയിൽ മരക്കുരിശിൽ മുൾക്കിരീടം ധരിച്ചുകൊണ്ട് മൃതനായി കിടക്കുന്ന ഈശോയുടെ നിഴലാണ് അബ്രാഹത്തിൻ്റെ ബലിപീഠത്തിന് മുമ്പിൽ പ്രത്യക്ഷപ്പെട്ട ആ കുഞ്ഞാട്. പൗരസ്ത്യ സഭാപിതാവായ മാർ എഫ്രൈം തൻ്റെ പ്രബോധനങ്ങളിലും കവിതകളിലും ഇങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട്. ആ മുൾച്ചെടികളും ആ കുഞ്ഞാടും അത് കാൽവരി മലയെയും അവിടെ കുരിശിൽ കിടക്കുന്ന ഈശോയെയും സൂചിപ്പിക്കുന്നു. വിശുദ്ധ അഗസ്തീനോസ് തൻ്റെ പ്രസിദ്ധമായ ദൈവനഗരം എന്ന കൃതിയിൽ ഇങ്ങനെ എഴുതി വയ്ക്കുന്നുണ്ട്. അബ്രാഹം ആ കുഞ്ഞാടിനെ കാണുമ്പോൾ അത് മുൾപ്പടർപ്പിൽ കൊമ്പുകൾ ഉടക്കിക്കിടക്കുകയായിരുന്നു. ആ കുഞ്ഞാട് മറ്റാരുമല്ല, കാൽവരിയിൽ കുരിശിൽ തറയ്ക്കപ്പെടുന്നതിന് മുമ്പ് മുൾക്കിരീടം ധരിച്ച ഈശോ തന്നെയാണ് ആ കുഞ്ഞാട്. ചുരുക്കത്തിൽ മനുഷ്യവംശം മുഴുവൻ്റെയും പാപത്തിന് പരിഹാരമായി ഭാവിയിൽ ദൈവപുത്രൻ മനുഷ്യനായി അർപ്പിക്കാൻ പോകുന്ന ആ പരിഹാര ബലിയെ ദൈവം അബ്രാഹത്തിൻ്റെ മുമ്പിൽ, വിശ്വാസികളെ പിതാവിൻ്റെ മുമ്പിൽ പ്രതീകാത്മകമായി അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു. അബ്രാഹത്തിൻ്റെ സന്തതിയിലൂടെ ലോകത്തിലെ എല്ലാ ജനതകളും അവൻ്റെ പരിഹാര ബലിയിലൂടെ അനുഗ്രഹിക്കപ്പെടും. ദൈവമനുഷ്യ ബന്ധം, ഏതെന്നോട്ടത്തിൽ നഷ്ടമായ ദൈവമനുഷ്യ ബന്ധം പുനഃസ്ഥാപിക്കപ്പെടും എന്ന് കർത്താവ് പ്രതീകാത്മകമായി അബ്രാഹത്തിൻ്റെ മുമ്പിൽ അവതരിപ്പിച്ച് കാണിച്ചു കൊടുക്കുകയായിരുന്നു ഈ കുഞ്ഞാടിലൂടെ.